ഹലോ, ഇന്ന് സൺഡേ ആണല്ലേ. ഇന്ന് സൺഡേ എല്ലാവരും റിവിഷനൊക്കെ വേണ്ടി യൂസ് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ ഫുൾ ടൈം പഠിപ്പൊക്കെ കഴിഞ്ഞ് നിങ്ങളുടെ പരിപാടി എന്തായിരുന്നു? എൻ്റെ പരിപാടി ഇങ്ങനെയൊക്കെ ആയിരുന്നു കേട്ടോ. വീട്ടിലൊക്കെ പോയി കുറേ നല്ല ശുദ്ധവായു ശ്വസിച്ച് നമ്മുടെ തൊടിയിലൂടെയൊക്കെ ഇങ്ങനെ നടക്കുമായിരുന്നു. അപ്പോൾ അങ്ങനെയുള്ള കാഴ്ചകളാണ് കേട്ടോ ഇതിൽ പറയുന്നത്. അപ്പോൾ ഞാൻ പറയാമെന്ന് വെച്ചാൽ നമ്മൾ മൺഡേ മുതൽ ഫ്രൈഡേ സാറ്റർഡേ വരെ പഠിച്ചിട്ട് ചില 2 ദിവസം അല്ലെങ്കിൽ ഒരു ദിവസമൊക്കെ റിവിഷന് വേണ്ടി യൂസ് ചെയ്യാറുണ്ടല്ലേ. ഏറ്റവും നല്ലത് അതാണ്. കാരണം കുറേ വാരിക്കോരി പഠിച്ചുകൊണ്ട് മാത്രം നമുക്കൊന്നും കിട്ടില്ല. നമ്മളത് റിവിഷൻ ചെയ്യാതെ വെച്ചിട്ട് ഒരു കാര്യമില്ല. ഇപ്പോൾ നമ്മൾ PGക്കൊക്കെ പഠിക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ ഡിഗ്രി പഠിക്കുമ്പോൾ ചെന്ന് കയറുന്ന ടൈമിൽ നമ്മൾ കുറച്ച് കാര്യങ്ങൾ പഠിക്കില്ലേ. അതെങ്ങനെയായാലും സെമസ്റ്റർ എക്സാം വരുമ്പോൾ നമ്മൾ മറന്നു പോകും, റിപ്പീറ്റ് അടിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ. അതേപോലെ തന്നെയാണ് നമ്മുടെ ഈ ഗവൺമെൻറ് എക്സാമിൻ്റെയും കാര്യം. കാരണം നമ്മളത് മറന്നു പോകും. കാരണം എന്താ, നമ്മൾ റിപ്പീറ്റ് ചെയ്യുന്നില്ല. മനസ്സിലായോ? അതാണ് കൂടുതൽ പേർക്കും കുറേ വർഷങ്ങളെടുത്തിട്ട് ജോലിക്ക് കയറുക. അതായത് എക്സാം കുറേ വർഷങ്ങളായി എഴുതുന്നു, ഇതുവരെ കിട്ടിയിട്ടില്ല എന്നൊക്കെ പറയുന്നവർ എന്തുകൊണ്ടാണ്? അതവർ റിവൈസ് ചെയ്യാത്തതുകൊണ്ട് തന്നെയാണ്. പിന്നെ കുറച്ച് മാത്രമേ ഭാഗ്യത്തിൻ്റെ ആ ഒരു ഫാക്ടർ വരുന്നുള്ളൂ. അത് കുറച്ചുണ്ട് കേട്ടോ, ഇല്ല എന്ന് പറയണില്ല. പക്ഷെ നമ്മളെക്കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യം നമ്മൾ 101% കംപ്ലീറ്റ് ചെയ്തിട്ട് നമുക്ക് ജോലി കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ പോട്ടെ എന്ന് വെക്കണം. കാരണം അത് നമുക്ക് വിധിച്ചിട്ടില്ല എന്ന് വെക്കണം. പക്ഷേ നമ്മൾ ഒരു 50% ചെയ്തു, 50% നമ്മൾ വിട്ട് കളഞ്ഞിട്ട് നമുക്ക് കാര്യമില്ല. അപ്പോൾ നമ്മൾ മാക്സിമം അതിന് വേണ്ടിയിട്ട് എഫേർട്ട് എടുക്കുക. 1 ഇയർ ഇരിക്കുക അതിന് വേണ്ടിയിട്ട്. ഇപ്പം ഞാൻ അങ്ങനെയാണ് വിചാരിച്ചിരിക്കുന്നത്. എനിക്കൊരു കുഞ്ഞു മോളുള്ളതാണ്. സോ നമുക്ക് ഫുൾ ടൈം ഇതിന് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യാൻ പറ്റണില്ല. കാരണം ചെയ്യണം എന്നുണ്ട്. രാത്രി ഉറക്കം സീനാണ്. കുട്ടി ഉണരും, ഫീഡ് ചെയ്യേണ്ടി വരും. അതുപോലെ തന്നെ നമ്മുടെ കാര്യങ്ങൾ, നമ്മുടെ വീട്ടിലെ കാര്യങ്ങളുണ്ടായിരിക്കും. എല്ലാം കൂടി നമുക്ക് ടൈം കിട്ടില്ല. പക്ഷേ കിട്ടുന്ന ടൈം എന്ത് ചെയ്യുക, നമ്മൾ ഒരുപാട് യൂസ് ചെയ്യുക. വെറുതെ മിസ്യൂസ് ചെയ്യാതെ യൂസ് ചെയ്യുക. നമ്മൾ ഒരുപാട് ടൈം മിസ്യൂസ് ചെയ്ത് പോയിട്ടുണ്ട്. നമ്മളത് നോക്കിയിരുന്നിട്ട് ഇനി കാര്യമില്ല. ഉള്ള ടൈം യൂസ് ചെയ്യുക. പിന്നെ 24/7 നമ്മൾ ബുക്കായി പിടിച്ചിട്ടിരിക്കാനൊന്നും പറയണില്ല അല്ലേ. നമ്മൾ എന്തായാലും ബുക്ക് ഇത്ര നേരം പഠിച്ചു, ഇനി കുറച്ച് റെസ്റ്റ് എടുക്കാമെന്ന് വെച്ചിട്ട് വീണ്ടും നമ്മൾ എടുക്കാൻ പോകുന്നത് നമ്മുടെ ഈ ഫോണാണ്. അതാണ് ഏറ്റവും വലിയ നമ്മുടെ ദോഷം എന്ന് പറയുന്നത്. നമ്മൾ ഫോണ് ആവുന്നത് ഒഴിവാക്കുക. പഠിക്കാൻ പിന്നെ നിവൃത്തിയില്ല. നമ്മൾ ആപ്പൊക്കെ നോക്കി പഠിക്കുന്നവരാണെങ്കിൽ ഫോൺ എന്തായാലും യൂസ് ചെയ്യണം. അല്ലാത്ത പക്ഷം നമ്മൾ ഇതുപോലെയൊക്കെയുള്ള കുറച്ച് നമ്മുടെ മനസ്സിന് സന്തോഷം നൽകുന്ന കുറച്ച് കാര്യങ്ങൾ അല്ലേ, ഇതൊക്കെ എനിക്ക് ഇഷ്ടമാണ് കേട്ടോ. അങ്ങനെ ചെയ്യാനും പൊട്ടിക്കുക, കഴിക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളുണ്ടല്ലോ നമ്മുടെ, അതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. സോ ഞാൻ ഇങ്ങനെയൊക്കെയാണ് എൻ്റെ ടൈം ഇവിടേക്ക് വരുമ്പോൾ ഞാൻ യൂസ് ചെയ്യാറ്. ഇതിപ്പോൾ എപ്പോഴും നമുക്ക് പറ്റിയെന്ന് വരില്ല. പറ്റണ ടൈം നമ്മൾ മാക്സിമം നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളിൽ ഏർപ്പെടുക. അത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി സൺഡേ. ബായ്.